ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ മീൻ പൊരിക്കുന്ന സമയത്ത് നമ്മൾ പൊരിക്കുന്ന പാനിലോ അല്ലെങ്കിൽ ചട്ടിയിലോ എന്തിലോ ആവട്ടെ അടിയിൽ പിടിച്ചു പോകാറുണ്ട്. പലപ്പോഴും അങ്ങനെ ഒരുപാട് പേര് ആ ഒരു രീതിയിൽ കംപ്ലൈൻറ്റ് പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് എത്ര നല്ല നോൺ സ്റ്റിക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ എത്ര ഇരുമ്പിൻ്റെ ചട്ടി ആയിക്കോട്ടെ അതിലൊന്നും തന്നെ ഒട്ടും ഒരു രീതിയിലും പോലും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കിയെടുക്കാം. അത് നല്ല ടേസ്റ്റോടെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ മീനുള്ളത്, ഏത് ചെറുതായാലും വലുതായാലും ഒന്നും ഒരു കുഴപ്പമില്ല, ആ ഒരു രീതിയിലുള്ള മീൻ എടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മളെ നാട്ടിൽ പിയാപ്പിളക്കോര എന്നൊക്കെയാണ് കേട്ടോ പറയുക. അപ്പോൾ ഈ ഒരു മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ കുറച്ച് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി, അതായത് ഒരു 1/2 ടീസ്പൂൺ അടുത്തോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മളെ ഫിഷ് മസാല ഉണ്ടല്ലോ, പാക്കറ്റിലൊക്കെ വാങ്ങിക്കാനും കിട്ടും. പക്ഷേ ഇത് ഞാനിവിടെ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇതൊന്ന് പുരട്ടിയെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും നമ്മൾ കുറേയൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്, കാരണം മീൻ കഴുകി കഴിഞ്ഞാലൊക്കെ അതിലൊക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ഒരു മയത്തിൽ വേണം നമ്മളിത് പുരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി പുരട്ടിയെടുത്തതിന് ശേഷം ഒരു 10-20 മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് നന്നായിട്ട് പുരട്ടി വെക്കണം കേട്ടോ. അതായത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ കിട്ടുള്ളൂ. നന്നായിട്ട് ആ ഒരു മുളകും ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ ഈ ഒരു മീനിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പലരും എന്താ പറയുക, സമയമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അത് പൊരിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടു കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ കുറച്ച് സമയം വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 2 ടേബിൾ സ്പൂണുള്ള 2-3 ടേബിൾ സ്പൂണോളം മാത്രമേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് നമ്മളിത് മുങ്ങി പൊരിക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കരുത്. അതിന് ശേഷം നമ്മളിത് അടിയിൽ പിടിക്കുന്ന, അതായത് ഈ ഒരു പാനിൽ പിടിക്കുന്നതിന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറിവേപ്പിലാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫിഷും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ ആ ഒരു പാനിൽ, ഇപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയാവട്ടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാവട്ടെ ഒന്നും ഒരു കുഴപ്പമില്ല, ഒട്ടും തന്നെ അടിയിൽ പിടിക്കാതെ നല്ല എന്താ പറയുക, കറക്റ്റായിട്ട് തന്നെ ആ ഒരു മീൻ നല്ല രീതിയിൽ പൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ചെറിയ മീൻ, നെത്തോലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വറുക്കുന്ന സമയത്ത് അധികവും അതിങ്ങനെ അടിയിൽ പിടിക്കുന്ന ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഇത് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെ എത്രത്തോളം നല്ല രീതിയിൽ അത് പൊരിഞ്ഞ് കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ ഇതായത് കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് പ്രത്യേകം വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മളിത് പൊരിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ, അതായത് ഒരുപാട് കരിഞ്ഞും പോവരുത്, ഒരുപാട് ആ ഒരു രീതിയിലായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോയി അടിയിലൊക്കെ പിടിച്ചു വരും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ടേസ്റ്റ് കൂട്ടുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതിങ്ങനെ പൊരിഞ്ഞ് രണ്ട് ഭാഗവും ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് പൊരിഞ്ഞ് വരുന്ന ലാസ്റ്റ് സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഒരല്പം മാത്രം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതക്കിയത് എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ ഒരു മീനിന് ഭയങ്കര ഒരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി ഇതുപോലത്തെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക്